പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ STC Pay ഇതൊരു വാലറ്റാണ്. സെയിം ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ IBAN നമ്പറൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ STC Pay എന്നൊരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 തരം ATM കാർഡുകൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതിൽ ഓരോ ATM കാർഡിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. ക്യാഷ് ബാക്ക് കൂടുതൽ കിട്ടുന്നതും കുറവ് കിട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. എയർപോർട്ടിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ATM കാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ എടുക്കാം? ഞാൻ ATM കാർഡ് ഓൾറെഡി എടുത്തു. അതായത് എയർപോർട്ട് ലോഞ്ചൊക്കെ ആക്സസ് ആയിട്ടുള്ള ATM കാർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കൊറിയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ എയർപോർട്ട് ലോഞ്ച് ഉപയോഗിക്കുന്ന നമുക്ക് ATM കാർഡ് എങ്ങനെ എടുക്കാം, മറ്റുള്ള ATM കാർഡുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെ ATM കാർഡ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതായത് ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ATM കാർഡിന് നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ATM കാർഡിൻ്റെ എല്ലാ ഡീറ്റെയിലും നമുക്ക് സെയിം സ്പോട്ടിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ അതിൻ്റെ CVV നമ്പർ, അതായത് ATM കാർഡിൻ്റെ നമ്പർ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ലഭിക്കും കേട്ടോ. പക്ഷേ ATM കാർഡിന് ഒരു പിൻ നമ്പർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർഡ് കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കിത് ഈ ATM കാർഡ് നമുക്ക് ആക്റ്റീവ് ആക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് STC Pay എന്നൊരു ആപ്ലിക്കേഷൻ നിർബന്ധമാണ് കേട്ടോ. ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നാട്ടിലേക്ക് പണം അയക്കാനും അതുപോലെ തന്നെ മറ്റുള്ള നമ്മൾ ഇപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് അയച്ചു കൊടുക്കാനും ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾക്കും സെയിം ബെനിഫിറ്റ് പേയിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് പണം അയക്കുന്നുണ്ടല്ലോ, അതേ രീതിയിൽ അയച്ചു കൊടുക്കാനും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ STC Pay. അപ്പോൾ ഇതിൽ ഒരുപാട് ക്യാഷ് ബാക്കുകളും അതുപോലെ തന്നെ ഒരുപാട് ഓഫറുകളൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ ആദ്യം എൻ്റെ ATM കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഓപ്പൺ ആക്കാം. ഇത് എനിക്ക് വന്നിട്ടുള്ള നമ്മുടെ അറാമിക്സ് എന്നാണ്. അവർ അറാമിക്സ് വഴിയിട്ടാണ് ഇത് അയക്കുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അറാമിക്സ് വഴി എങ്ങനെയാണ് നമുക്കിത് ലഭിക്കുക, ഇതിനെങ്ങനെയാണ് അഡ്രസ്സ് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏത് അഡ്രസ്സാണ് കൊടുക്കേണ്ടതെന്നൊക്കെ എങ്ങനെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് അവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ള ATM കാർഡ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. അപ്പം STC Pay അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ലെറ്റർ കവർ പോലത്തെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റിയത്. ഒരു കവറിൻ്റെ ഉള്ളിൽ ആണ് ശരിക്കും ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ATM കാർഡ്. അതായത് ഞാൻ ബ്ലാക്ക് കാർഡിനാണ് കേട്ടോ ഞാൻ അപേക്ഷിച്ചത്. അതുപോലെ തന്നെ സിൽവർ ഉണ്ട്, പിന്നെ സാധാ ഒരു ബ്ലൂ കാർഡും ഉണ്ട്. അപ്പം 3 തരം കാർഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇനി ഈ കാർഡ് എങ്ങനെ ആക്റ്റീവ് ആക്കണം എന്നുള്ളത് ഇവിടെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും സ്കാൻ ചെയ്ത് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൂടെയുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് സംഭവം. അപ്പോൾ നമ്മുടെ കാർഡിൽ മറ്റുള്ള ATM കാർഡിലുള്ളത് പോലെ തന്നെ ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ATM കാർഡിന് മുകളിൽ ഉണ്ടാകുന്ന പോലുള്ള ഒരു നമ്പറുണ്ട്. പിന്നെ നമ്മുടെ CVC നമ്പർ ഉണ്ട്. അങ്ങനെയുള്ള വേൾഡ് പ്രീപെയ്ഡ് കാർഡായിട്ടത്. ഓക്കെ, അങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ചിപ്പ് വരുന്നുണ്ട്. നല്ല രസമുള്ള ഒരു ചെറിയൊരു ATM കാർഡ്, സാധാ വലിപ്പമുള്ള ആ രീതിയിലുള്ള തന്നെ ഒരു മാസ്റ്റർ കാർഡിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. പക്ഷേ മാസ്റ്റർ കാർഡിന് എഴുതിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇനി ഇത് രജിസ്റ്റർ ചെയ്യുന്നത് ഞാൻ കാണിക്കട്ടോ. അതിനു മുമ്പ് നമുക്ക് STC Payയിൽ ഞാൻ പറഞ്ഞല്ലോ 3 തരം കാർഡുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ എടുത്ത കാർഡിന് എന്തെല്ലാം പ്രത്യേകത, മറ്റുള്ള കാർഡിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ STC Pay BH എന്നൊരു ആപ്ലിക്കേഷൻ, ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഇന്നത്തെ റേറ്റും കാര്യങ്ങളും ഇതങ്ങനെയൊക്കെ കാണാമല്ലോ. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഒരു 3 ഡോട്ട് കാണാം, മോർ എന്നുള്ളടത്ത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ ഓപ്ഷൻ ക്യാഷ് ബാക്ക് ഓഫർ എന്ന് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ 2 കാർഡ് കാണിക്കും. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, ഒരു കാർഡ് ഇതുവരെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 3 കാർഡ് നിങ്ങൾക്ക് മുകളിൽ കാണിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 കാർഡ് കാണിക്കുന്നു. 3ാമത്തെ കാർഡ് ഞാൻ എടുത്തു, എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് 3ാമത്തെ കാർഡ് ഇവിടെ കാണാത്തത്. അപ്പോൾ മുകളിലുള്ള 2 കാർഡിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. പിന്നെ 3ാമത്തതും ഞാൻ അത് എവിടെയാണ് കാണുക, എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് പ്ലാറ്റിനം കാർഡ് കേട്ടോ. ഈ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഷോപ്പുകളിൽ നിന്നൊക്കെ ATM പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആ രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ വലിയ ക്യാഷ് ബാക്ക് ഒന്നുമില്ല, ചെറിയ രീതിയിൽ ക്യാഷ് ബാക്ക് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഈ പ്ലാറ്റിനം കാർഡിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോരോ ബ്രാൻഡുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ തരുന്ന ക്യാഷ് ബാക്കും നിങ്ങൾക്ക് അവിടെ താഴെ കാണാൻ കഴിയും. അപ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ 40% നമുക്ക് ക്യാഷ് ബാക്ക് ഇരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ ഒരുപാട്
ബ്രാൻഡഡ് കമ്പനികളതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതിൽ എയർപോർട്ട് ലോഞ്ച് ഒന്നും ഈ പ്ലാറ്റിനം കാർഡില്ല കേട്ടോ. അപ്പോൾ ഇതിന് ചാർജ് എന്ന് പറയുന്നത്, അതായത് ഞാൻ ഈ ഓൾറെഡി ഞാൻ അതിന് മുകളിലുള്ള കാർഡ് എടുത്തത് കൊണ്ട് തന്നെ പ്ലാറ്റിനം കാർഡിന്റെ ചാർജ് എത്രയാണെന്ന് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഗൈസ് എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു 4 ദിനാർ 400 ഫിൽസോ അങ്ങനെ എത്ര വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിന്റെ ചാർജും കാര്യങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഇതിന്റെ മുകളിലുള്ള കാർഡ് എടുത്തുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ അതിന്റെ തൊട്ടടുത്ത് എലൈറ്റ് കാർഡ് എന്ന് കാണും. അപ്പോൾ ഈ പ്ലാറ്റിനം കാർഡിന്റെയും എലൈറ്റ് കാർഡിന്റെയും ഇടയിലുള്ള കാർഡാണ് ഇത് കേട്ടോ. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഈ ബ്ലാക്ക് കാർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എലൈറ്റ് കാർഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഒരുപാട് ക്യാഷ് ബാക്ക് വേറെയും കിട്ടുന്ന, അതായത് ഏറ്റവും കൂടുതൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന കാർഡാണ് എലൈറ്റ് കാർഡ് കേട്ടോ. ഇത് ഒരു മിഡിലാണ്. അപ്പം എലൈറ്റ് കാർഡിൽ ഇങ്ങനെ താഴോട്ട് പോയാൽ നിങ്ങൾക്ക് ഇതാ മറ്റുള്ള ഇതിനാട്ടിൽ കൂടുതൽ ബ്രാൻഡുകൾ കാണാൻ കഴിയും. ഇതിൽ എയർപോർട്ട് ലോഞ്ചൊക്കെ 1400-ൽ പരം നമുക്ക് എയർപോർട്ട് ലോഞ്ചുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് ഈ ഒരു കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ കാർഡ്, അതായത് രണ്ടാമത്തെ കാർഡാണ് ഇത്. മൂന്നാമത്തെ കാർഡ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പം ഇനി ഈ കാർഡ് എങ്ങനെയാണ് എടുക്കുക എന്നുകൂടി ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ചാർജും ഇനി മറ്റുള്ള, അതായത് മൂന്നാമത്തെ ഞാൻ പരിചയപ്പെടുത്തിയത്, അതായത് ബ്ലാക്ക് കാർഡ് ഉണ്ടല്ലോ, അതായത് മെറ്റൽ കാർഡാണ് അത് മൂന്നാമത്തത്. എലൈറ്റ് കാർഡ് എന്ന് പറയുന്നത് മെറ്റൽ കാർഡാണ്. അപ്പോൾ അതിൻ്റെ ചാർജും ഒക്കെ ഞാൻ കാണിക്കാട്ടോ. അപ്പോൾ ഗൈസ് ഇനി ചെയ്യേണ്ടത്, ഞാൻ ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒന്നും കൂടി കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ കാർഡിൻ്റെ മുകളിലാണ് ടച്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ക്യാഷ് ബാക്ക് എന്ന് കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ക്യാഷ് ബാക്ക് എന്ന് കൊടുത്തപ്പോൾ ഇതാ ഏറ്റവും താഴെ കാണുന്ന ബെസ്റ്റ് റേറ്റ്, ലോ ഫീസ്, ട്രാൻസ്ഫർ ഫീസ്, ബെസ്റ്റ് റേറ്റ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ക്യാഷ് ബാക്കുകൾ മറ്റുള്ള നാട്ടിലും കുറച്ച് മാറ്റമുണ്ട്. പിന്നെ സർഫ് ഡി ജിയിലൊക്കെ 7% കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ എയർപോർട്ട് ലോഞ്ച് ഉപയോഗിക്കാൻ സൗകര്യം ഇതിലുണ്ട് കേട്ടോ. Booking.comലൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ 10% ക്യാഷ് ബാക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനൊക്കെ നമുക്ക് ചാർജ് ഉണ്ട്, ഈ ATM കാർഡിനൊക്കെ. അതായത് ആദ്യം കാണിച്ച ഞാൻ ബ്ലൂ കാർഡിന്, അതായത് ആ കാർഡിന് എത്ര വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, എത്ര എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ ഇതിൻ്റെ സൈഡിൽ ഞാൻ കൊടുക്കാം, വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്നാൽ ഈ ഒരു കാർഡ് ഞാൻ എടുത്തിട്ടുള്ളത് STC Pay എന്ന് പറയുന്ന ഈ ബ്ലാക്ക് കാർഡ് ഞാൻ എടുത്തിട്ടുള്ളത് 20 ദിനാറും 900 ഫിൽസിനോട്ടോ ഞാൻ ഈ ഒരു കാർഡ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിന് മുകളിലുള്ള ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വരും എന്ന് ഞാൻ പറയാം. അതായത് ഞാനിതിൽ എനിക്കിത് ഇവിടെ അപ്ഗ്രേഡ് എന്നാണ് കാണിക്കുന്നത്, അതായത് എലൈറ്റ് കാർഡിലേക്ക് അപ്ഗ്രേഡ് എന്നാണ് കാണിക്കുന്നത്. അതിന് കാരണം വെച്ചാൽ ഓൾറെഡി ഞാൻ ഈ കാർഡ് എടുത്തു, അതുകൊണ്ടാണ് അതിന് മുകളിലുള്ള കാണിക്കുന്നത്. ആ കാർഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 31 ദിനാറും 900 ഫിൽസുമാണ്. അപ്പോൾ ഇതിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാലറ്റ് വഴി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വാലറ്റിലേക്ക് പണം കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് അതും കാർഡ് വേണമെങ്കിൽ എടുക്കാം. അപ്പം ഏറ്റവും മുകളിലുള്ള കാർഡ് എന്ന് പറയുന്നത് എലൈറ്റ് കാർഡാണ്, അതായത് മെറ്റൽ കാർഡാണ്. ഇത് അതിന് തൊട്ട് താഴെയുള്ള കാർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാഷ് ബാക്കും ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എലൈറ്റ് മെറ്റൽ കാർഡിനാണ്. പിന്നെ അതിന് തൊട്ട് താഴെയുള്ള കാർഡ് ഇതിനാണ്. പിന്നെ അതിന് താഴെയുള്ള ഏറ്റവും താഴെയുള്ള കാർഡിന് ഒരു ബ്ലൂ കളറൊക്കെ വരുന്ന ഒരു കാർഡാണ്. അതിന് ചെറിയ രീതിയിലുള്ള ക്യാഷ് ബാക്കുകളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെ ലഭിക്കുന്ന ATM കാർഡ്, നിങ്ങൾക്ക് ഏത് ATM കാർഡ് ആണെങ്കിലും ഇങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ATM കാർഡ് നമുക്ക് ഇവിടെ ആക്റ്റീവ് ആക്കണം. ATM കാർഡ് ഓൾറെഡി ഇതിൽ ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ ഇനി നമുക്കിത് ആക്റ്റീവ് ആക്കണം. ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ATM കാർഡ് ഈ സൈഡിൽ മുകളിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് താഴെയായിട്ട് ആക്ടിവേറ്റ് യുവർ കാർഡ് എന്ന് കാണാം. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ആക്റ്റീവ് യുവർ കാർഡ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കിയപ്പോൾ നമ്മളൊരു ഇതിനൊരു പിൻ നമ്പർ കൊടുത്തിരുന്നു. ATM പിന്നില്ല, നമ്മളൊരു പിൻ നമ്പർ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ പിൻ നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്യുക. ആ ഡയൽ ചെയ്യുമ്പോൾ നമുക്കൊരു OTP, നമ്മുടെ STC Payയിൽ നൽകിയിട്ടുള്ള ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ OTP ഇനി ഇവിടെ ഡയൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ആ OTP ഞാൻ ഇവിടെ കൊടുത്തു, അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തപ്പോൾ ഇതാ കാർഡ് ആക്ടിവേറ്റ് സക്സസ്ഫുള്ളി പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ATM കാർഡ് ആക്റ്റീവ് ആയിട്ട് പോകും. ഇനി ഇതിനൊരു പിൻ നമ്പർ നൽകണം. നമ്മൾ സാധാരണ ATM കാർഡിന് നമ്മൾ പിൻ നമ്പർ നൽകില്ല, അതുപോലെ ഇതിനൊരു പിൻ നമ്പർ നൽകണം. അപ്പം ഫസ്റ്റ് കാണിക്കുന്ന കറണ്ട് കാർഡ് പിൻ, ചേഞ്ച് കാർഡ് പിൻ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള തന്നെ എടുക്കുക. അപ്പോൾ അതിനൊരു പിൻ നമ്പർ നമ്മളിവിടെ ഉണ്ടാക്കണം. അപ്പോൾ ആ പിൻ നമ്പർ ഒന്ന് ഡയൽ ചെയ്യുക ആദ്യം ഇവിടെ. അപ്പോൾ അത് കൊടുത്തു. അപ്പോൾ ഫിസിക്കൽ കാർഡ്, അതിനൊരു OTP വന്നു. അപ്പോൾ ഈ ആദ്യം ചോദിച്ചത് നമ്മുടെ ATMന്റെ പിന്നല്ല, നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ പിൻ തന്നെയാണ്. അപ്പോൾ അത് ഒന്നുകൂടി കൊടുത്തപ്പോൾ പിന്നീട് നമുക്കൊരു ATMന്റെ ഒരു പിൻ നമ്പർ, അവർ റാൻഡം ആയിട്ടൊരു പിൻ നമുക്ക് തന്നിട്ടുണ്ടോ. അപ്പോൾ ഈ പിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. അപ്പോൾ എനിക്കിവിടെ കാണിച്ചിട്ടുള്ള ഈ പിൻ നമ്പർ ഞാൻ തൽക്കാലം നോട്ട് ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് എന്താകാം, ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് വേറെ നമ്പർ കൊടുക്കണേ അങ്ങനെ ചെയ്യാം.
അപ്പോൾ ഗൈസ് അവർ നമുക്ക് റാൻഡമായിട്ട് ഒരു പിൻ നമ്പർ നമുക്ക് ഇവിടെ കാണിച്ചു തന്നു. അപ്പോൾ ഇനി ആ പിൻ നമ്പർ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, വ്യൂ പിൻ എന്ന് കാണാൻ കഴിയും. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ പിൻ നമ്പർ കാണാനുള്ള ഓപ്ഷൻ ഉണ്ടോ. ഇവിടെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ 4 അക്ക നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു പിൻ നമ്പർ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഇവിടെ കൊടുത്ത് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ആ പിൻ നമ്പർ നേരത്തെയുള്ള പിൻ നമ്പർ നേരത്തെയുള്ള ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തപ്പോൾ എൻ്റെ അവർ തരുന്ന റാൻഡമായിട്ട് തന്നിട്ടുള്ള പിൻ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇനി മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ നമുക്ക് ഓർമ്മ വേണ്ടോ, കാരണം ഇത് ചേഞ്ച് ആക്കാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ ചേഞ്ച് ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ആദ്യം ഇവിടെ ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഏറ്റവും മുകളിൽ കാർഡ് സെറ്റിംഗ്സ് എന്ന് കാണാം, അതിൽ ക്ലിക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിയും, പിൻ സെറ്റിംഗ്സ് എന്ന്. പിൻ സെറ്റിംഗ്സ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് കാർഡ് പിൻ എന്ന് കാണാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കുമ്പോൾ വെരിഫൈ STC പേ പിൻ എന്ന് കാണാം. അപ്പോൾ അത് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയപ്പോഴുള്ള ആ ഒരു പിൻ നമ്പറാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് റാൻഡമായിട്ട് നേരത്തെ തന്നിരുന്ന ആ ATM കാർഡിൻ്റെ പിൻ നമ്പറാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ഇവിടെ നമുക്ക് കൊടുക്കാം. അത് വീണ്ടും ആ നമ്പർ തന്നെ വീണ്ടും കൊടുത്തിട്ട് നമുക്ക് സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ATM കാർഡിൻ്റെ പിൻ നമ്പർ നമ്മൾ മാറ്റി നേരത്തെ റാൻഡമായിട്ട് തന്നിരുന്ന ആ നമ്പർ എന്നാൽ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമുക്കൊരു OTP വരും. ആ OTP ആണ് ഇനി ഇവിടെ നൽകേണ്ടത്. ആ ഒരു OTP കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ നൽകും കേട്ടോ. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതാ പിൻ ചേഞ്ച്, യുവർ കാർഡ് ഈസ് നൗ ചേഞ്ച്, സ്റ്റാർട്ടിങ് യൂസിങ് യുവർ ന്യൂ പിൻ. അപ്പോൾ ഗൈസ് പുതിയ പിന്നിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വളരെ പെട്ടെന്നായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ പിൻ നമ്പർ മാറ്റാനും ഇനിയും വേറെ പിൻ നമ്പർ മാറ്റാനും ഇനിയും മാറ്റാം. ഇങ്ങനെയൊക്കെ വളരെ പെട്ടെന്ന് ഈ പിൻ നമ്പർ മാറ്റാനും നാട്ടിലേക്ക് പണം അയക്കാനും ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾക്കും STC പേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പണം സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്വീകരിക്കാനും ഒക്കെ പറ്റും ഈ ഒരു STC. അതോടൊപ്പം തന്നെ ഇനി എയർപോർട്ട് ലോഞ്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ചിട്ട് എയർപോർട്ട് ലോഞ്ച് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത്, അത് വേറൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഈ കാർഡിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്താലേ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ എയർപോർട്ട് ലോഞ്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി നമ്മൾ ATM കാർഡിന് അപ്ലൈ ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കാർഡ് ഡീറ്റെയിൽ ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ സെയിം ടൈമിൽ തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ, അതായത് എയർപോർട്ടിൽ വെച്ച് ഉപയോഗിക്കാനുള്ള ആപ്ലിക്കേഷനിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതായത് ഈ ATM കാർഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ATM കാർഡിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2-3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിൽ ഈ സംഭവം കൊറിയറായിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ് ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോ ലഭിക്കാൻ ലേമ ടെക് എന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ Facebook പേജും ഫോളോ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.